ഹലോ, നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒട്ടും പ്ലാൻഡ് അല്ല. അത് മാത്രമല്ല ഒരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്തത്. അപ്പോൾ വേറൊന്നുമല്ല, സൺസ്ക്രീൻസിന്റെ ഒരു വീഡിയോ ആണ്. ഈ ഒരു മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കുറച്ച് നല്ല സൺസ്ക്രീൻസിന്റെ സജഷൻസ് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് നല്ല എന്താ പറയുക, നല്ലതായിട്ട് തോന്നിയ ആഹ് 2, 3 പ്രോഡക്ട്സ് പറഞ്ഞുതരാം. ഈ ഒരു സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാം ഈസിലി അവൈലബിൾ ആണ്. അതുപോലെ അഫോർഡബിൾ ആയിട്ടൊക്കെ വരുന്നതാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ്. അപ്പോൾ അങ്ങനെ. ഓക്കെ. അപ്പോൾ എന്തായാലും എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം. ആമസോണിലെല്ലാം അവൈലബിൾ ആണ്. ആമസോണിൽ ഇപ്പോൾ വാർഡ്രോബ് റിഫ്രഷ് സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ അതിന്റെ സെയിൽ ഡീറ്റെയിൽസും കൊടുത്തേക്കാം. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പ്രോഡക്റ്റ് എൻ്റെ ഒരു റീസെന്റ് ഫേവറേറ്റ് ആണ്. ഞാൻ ഈ അടുത്ത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് എനിക്ക് എന്താ പറയാ, വേറൊന്നിലേക്ക് സ്വിച്ച് ചെയ്യാൻ തോന്നുന്നേ ഇല്ല. ഇനിയിപ്പോൾ അടുത്ത് എപ്പോഴായിരിക്കും മാറുകയെന്ന് അറിയില്ല. എന്തായാലും കുറച്ച് നാളത്തേക്ക് ഇത് തന്നെ ആയിരിക്കും. ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഞാൻ ഓൾറെഡി വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ ആണ്. SPF 50 PA++ ഒക്കെ വരുന്നുണ്ട്. ഹൈലറോണിക് ആസിഡ് ഉള്ള ഒരു ഹൈലറോണിക് ആസിഡ് കണ്ടന്റ് ഉള്ള പ്രോഡക്റ്റ് ആണ്. ഇവർക്ക് ഒരുപാട് റേഞ്ച് ഉണ്ട് കേട്ടോ. സ്റ്റിക്ക് ഫോമിലും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിന്ന് ഇതിപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. ഈ ഒരു കൂളിംഗ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ശരിക്കും ലിറ്ററലി ആ ഒരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടും. ആഹ് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. അതുപോലെ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. പെട്ടെന്ന് അബ്സോർബ് ആവും. നമ്മളൊരു സൺസ്ക്രീനിൽ നോക്കുന്നത് എന്താണോ അതെല്ലാം അതിനകത്തുണ്ട്. പിന്നെ ഈ ഒരു ആ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര എനിക്കിഷ്ടമായി. പിന്നെ പേഴ്സണലി ഞാൻ ഈ ഒരു സൺസ്ക്രീനൊക്കെ പലപ്പോഴും സ്കിപ്പ് ചെയ്യാറാണ് പതിവ്, മടി കാരണം. പക്ഷെ ഇത് ഞാൻ അങ്ങനെ സ്കിപ്പ് ചെയ്യാറില്ല. ഇത് യൂസ് ചെയ്ത് തുടങ്ങി പിന്നെ. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ വീണ്ടും യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കും. ഇനി അടുത്തത് ലാക്മിയുടെ, ഇതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫ്ലൂയിഡ് മാറ്റ് സൺസ്ക്രീൻ. അപ്പോൾ ഇതും 50 SPF 50 ഉണ്ട്. PA++ ഉണ്ട്. വാട്ടർ പ്രൂഫ് ആണ്. വൈറ്റ് കാസ്റ്റ് ഇല്ല. നല്ല ഒരു ഫ്ലൂയിഡി ടെക്സ്ചറാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും ബ്ലെൻഡ് ചെയ്യാനും ഒക്കെ പറ്റും. നന്നായിട്ട് അബ്സോർബ് ചെയ്യും. എഗെയിൻ നമ്മളൊരു സൺസ്ക്രീനിൽ നോക്കുന്ന എല്ലാ ഫാക്ടേഴ്സും എല്ലാം ഓക്കെ ആയി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇവർക്കും ഒരുപാട് റേഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ മാറിപ്പോകരുത്. പെട്ടെന്ന് കണ്ടാൽ തന്നെ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും. കാരണം എല്ലാം പാക്കേജിങ്ങിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വരുള്ളൂ. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നോക്കിക്കോളൂ. ഇതവരുടെ സൺ എക്സ്പെർട്ട് ഡ്രൈ മാറ്റ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ ആണ്. അടിപൊളിയാണ് കേട്ടോ. ഇനി അടുത്തത് ഒരു സ്റ്റിക്ക് സൺസ്ക്രീൻ ആണ്. ഇതും നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി താങ്ക് യു ഫാർമ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ആണ്. ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് സൺസ്ക്രീൻ ഇതാണ്. ഇതിലും SPF 50 PA++ വരുന്നുണ്ട്. ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ സൺസ്ക്രീനും SPF 50 ആൻഡ് എബവ് വരുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു കൊറിയൻ പ്രോഡക്റ്റ് ആണ്. ഇതില് ഇതിന്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് പ്രൈസ് മാത്രമാണ്. 2000 എബോവ് വരുന്നുണ്ട് ഇത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതിന്റെ സെയിം ഒരു ട്യൂബാണ് ഡോട്ട് ആൻഡ് കീയിലുള്ള. സെയിം കളർ, കണ്ടാൽ തന്നെ സെയിം ആണ്. ഓക്കെ. ഞാനത് ഇവിടെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി കൊടുത്തേക്കാം, ലിങ്ക് കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കൂ. സെയിം ആണ്. സ്റ്റിക്ക് ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ചെയ്ത് പോവും. ആ ഒരു എന്താ പറയുക, വൈറ്റ് കാസ്റ്റ് തീരെയില്ല. സ്റ്റിക്ക് സൺസ്ക്രീൻ്റെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് വൈറ്റ് കാസ്റ്റ് വരില്ല. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇടുന്ന സമയത്ത് ഒരു ഒരു സിലിക്കൺ ടെക്സ്ചറാണ്. നമ്മളൊരു പ്രൈമറൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ ആയിരിക്കും ഇതുപോലുള്ള സ്റ്റിക്ക് ഫോമിൽ വരുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ. അപ്പോൾ അത് ഓക്കെ. പിന്നൊരു കാര്യം, ചിലർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്ക് ബ്രേക്ക് ഔട്ട്സ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇതുപോലുള്ള സ്റ്റിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ. ചിലർക്ക്, എല്ലാവർക്കും അല്ല കേട്ടോ. പക്ഷെ എനിക്ക് യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഭയങ്കര കൺവീനിയൻ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ. അതുപോലെ റീഅപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ നല്ല ഈസിയാണ്. അപ്പോൾ
ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തത് ഡെർമാക്കോ ബ്രാൻഡ് എന്നുള്ള ഈ ഒരു സൺസ്ക്രീൻ ആണ്. ഇതും SPF 50 PA++ ആണ്. 1% ഹൈലൂറോണിക് ആസിഡ് സൺസ്ക്രീൻ അക്വ ജെൽ ആണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഹൈലൂറോണിക് ആസിഡ്, വിറ്റമിൻ ഇ ആണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. ഇതും നല്ല ഒരു പ്രോഡക്റ്റ് ആണ്. നിങ്ങളുടെ ഇത് ആക്നി പ്രോൺ ആണ് അല്ലെങ്കിൽ ഓയിലി കോമ്പിനേഷൻ ആ ഒരു സ്കിൻ ടൈപ്പിനൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ 4 പ്രോഡക്ട്സിന്റെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഇത് 4ഉം അടിപൊളിയാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആവുന്ന സൺസ്ക്രീൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇതല്ല വേറെയാണ് നിങ്ങളുടെ ഫേവറേറ്റ് എങ്കിൽ അതും കമൻറ്റ് ചെയ്യുക കേട്ടോ. സെയിൽ ഡീറ്റെയിൽസും കൊടുത്തേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു മൺസൂൺ ടൈമിൽ എന്തായാലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.